മേഡം ഒരു ഹസ്ബൻഡ് വൈഫും വന്നിട്ടുണ്ട്, ഭയങ്കര ഇഷ്യൂ ഉണ്ടാക്കണ്ട, വിളിച്ചോട്ടെ. വിളിച്ചോ. കയറിക്കോളൂ. വായിരിക്കേ. എന്തിട്ട് കാണിക്കാനുള്ള സമയം ആയിട്ടില്ലല്ലോ, എന്ത് പറ്റി? മാഡം ഞാൻ പറയാതെ മാഡം, ഞാൻ എന്നെ കൊണ്ടാണ് ഇവിടെ സഹിക്കുന്നത്. ചില സമയത്ത് കൺട്രോൾ പോകുന്ന പോലെയാണ് ഇവള് പെരുമാറുന്നത്. പിന്നെ പീരീഡ്സിന്റെ മുന്നേ ആണെന്നുണ്ടെങ്കിൽ വേറെ തന്നെ ഒരു സ്വഭാവമാണ്. മാഡം എൻ്റെ അവസ്ഥ എനിക്കല്ലേ അറിയൂ, ഇവർക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ഇതിപ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് പേഴ്സണാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണോ അതോ ഹോർമോണൽ ഇഷ്യൂ ആണോ എന്നുള്ളതാണ്. PMS എന്ന് പറഞ്ഞ സിറ്റുവേഷനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. PMS വെച്ചാൽ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം. അതിൽ ഈ പറഞ്ഞ പോലെ തന്നെയാണ് ആങ്സൈറ്റി, ഡിപ്രഷനൊക്കെ. പക്ഷേ പീരീഡ്സിൻ്റെ തൊട്ട് മുന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് വരിക. അപ്പം നമുക്ക് ആദ്യം ഇത് PMS ആണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുന്നതാണ് ഫസ്റ്റ്. അപ്പം നമുക്കൊരു ഡയറി പോലെ ഒരു നോട്ട് ചെയ്ത് വെക്കുക. മനസ്സിലായി? നമുക്ക് ടെൻഷൻ, ആങ്സൈറ്റി, ഡിപ്രഷനൊക്കെ വരുന്ന ദിവസങ്ങളും ഈ പീരീഡ്സുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളത് നമുക്കൊരു 2 സൈക്കിൾസ് ഒന്ന് മോണിറ്റർ ചെയ്ത് നോക്കാം. അതുണ്ടെങ്കിൽ ഇത് PMS ആണെന്ന് അർത്ഥം. നമുക്ക് ലൈഫ് സ്റ്റൈൽ കൊണ്ട് മിക്കവാറും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. മെയിനായിട്ട് ഡയറ്റ് ശ്രദ്ധിക്കുക. കോഫി, ഷുഗർ മാക്സിമം കുറയ്ക്കുക. നട്ട്സ്, പച്ചക്കറികൾ, ഫ്രൂട്ട്സ് ഒരുപാട് കഴിക്കുക. എല്ലാ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും എക്സസൈസും 8 മണിക്കൂർ ഉറക്കവും. ഇത്രയും ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ഫോളോ ചെയ്താൽ തന്നെ നല്ല ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ കാൽഷ്യം, വൈറ്റമിൻ B6 ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അത് ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ടൊരു 2 months നോക്കാം. ശരിയാവുന്നില്ലെങ്കിൽ മാത്രം നമുക്ക് കൗൺസിലിങ്ങോ ആ രീതിയിലേക്കൊന്ന് പോവാം. മാറ്റിയെടുക്കാൻ പറ്റുന്ന പ്രശ്നമാണ്. ലൈഫ് സ്റ്റൈൽ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ.